ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் பேக் டு எஸ்எஃப் கிரியேட்டிவ். இந்த ക്ലോക്ക് வந்து ரொம்ப സ്പെഷ്യലാണത്. എന്താ തമിഴിലൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? അതെ, ഈ ക്ലോക്ക് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് നമ്മുടെ കന്യാകുമാരിയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല, കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ക്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ ക്ലോക്ക് എന്ന് പറയാം. അതായത് 18 ഇഞ്ച് സൈസിലാണ് നമ്മൾ ചെയ്യുന്നത്. ബേബീസിൻ്റെ ഫോട്ടോ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കന്യാകുമാരിയിൽ നിന്നാണ് ഈ ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ വർക്കായിട്ട് ഞാനിത് ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ബേസിക്കലി നമ്മൾ മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് സൈഡിൽ ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ബാക്കിലും ഒന്ന് സെൻറ്ററിൽ ആ ഹോൾസിൽ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം ഇത് നമ്മൾ വേറെ ഡിഫറെൻറ്റ് ടൈപ്പിലാണ് ഇന്ന് ക്ലോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റെസിനൊക്കെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 2:1 റേഷ്യോ ആണ് ഇത്തവണ എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ഒരു കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു 2:1 റേഷ്യോയിൽ ചെയ്യാമോ എന്ന്. അപ്പോൾ 2:1 റേഷ്യോയിലാണ് ചെയ്യുന്നത്. ആദ്യം ആ മിക്സ് ചെയ്ത റെസിന് കുറച്ച് ക്ലിയർ ക്രിസ്റ്റൽ സ്റ്റോണ് ഒരു കപ്പിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് റെസിൻ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ നോർമലി ചെയ്യുമ്പോൾ നമ്മൾ MDF ബോർഡിൻ്റെ സൈഡിൽ മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാറുണ്ട്. ഇത് ഒട്ടിച്ചിട്ടില്ല, കാരണം നമ്മളൊരു അവിടെ സ്റ്റോൺ വെച്ചിട്ടാണ് ബോർഡർ ഒന്ന് ചെയ്യുന്നത്. അതായത് ഈ ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോൺസ് ഇതുപോലെ റെസിനിൽ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതുപോലെ അറ്റത്ത് അത്യാവശ്യം വീതിയിൽ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് സർക്കിൾ ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഇത് 18 ഇഞ്ചിൻ്റെ ക്ലോക്കാണ്. ഒരുപാട് ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോൺസ് അതിനാവശ്യമായിട്ട് വരുന്നുണ്ട്. കൃത്യമായിട്ടുള്ളൊരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു 500 ഗ്രാമിൻ്റെ മേലെ നമുക്ക് ഇതിന് സ്റ്റോണ് വേണം. അതുകൊണ്ട് തന്നെ ഒരു കറക്റ്റ് മെഷറിങ് പറയാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്ന ക്ലോക്കിൻ്റെ ഇത് പോലെ ഇരിക്കും. അതായത് ഇപ്പോൾ 18 ഇഞ്ചായതുകൊണ്ടാണ് ഇത്ര ഒരു ക്വാണ്ടിറ്റി വേണ്ടി വരുന്നത്. പിന്നെ നമ്മൾ കസ്റ്റമറിന് പ്രത്യേകിച്ച് ഇങ്ങനെ റെഫറൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കിഷ്ടമുള്ള മോഡൽ ചെയ്തോ, ബേബി ബോയ് ആണ് എന്ന് മാത്രം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫീൽഡിൽ നമ്മൾ മസ്റ്റായിട്ട് കുറച്ചെങ്കിലും ഒരു തമിഴും ഹിന്ദിയൊക്കെ അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷും അറിഞ്ഞിരിക്കണം. പക്ഷേ തമിഴ് ഹിന്ദിയൊക്കെ അറിയുന്നത് നല്ലതായിരിക്കും. ഇതുപോലൊരു കസ്റ്റമർ വന്നാൽ നമുക്ക് ഡീൽ ചെയ്യണമല്ലോ. അപ്പോൾ ഞാനൊരു തട്ടിക്കൂട്ട് തമിഴൊക്കെ അറിയുന്നതുകൊണ്ട് ഒന്ന് പിടിച്ചു തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് ഡിഫറെൻ്റായിട്ട് എനിക്ക് എൻ്റെ ഓപ്ഷന് വിട്ടെന്നാണല്ലോ. അപ്പോൾ എനിക്ക് ഒരു ക്രിയേറ്റീവായി ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ആദ്യം പാർട്ടീഷൻ എടുത്ത് സെൻറ്ററിൽ മാത്രം ബ്ലൂ കളറ് ചെയ്ത് കൊടുത്ത് ആ സ്റ്റോണിനടക്കം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി 2 സൈഡിലും ഞാൻ വൈറ്റാണ് ചെയ്യുന്നത്. അതായത് ബ്ലൂ ആൻഡ് വൈറ്റ് ഒരു കോമ്പിനേഷനിൽ ബേബി ബോയ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ സൈഡിൽ ഒന്ന് ഈ ഗോൾഡൻ മെറ്റാലിക് ഗോൾഡ് കൊണ്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഈ ഒരു ഗോൾഡ് അല്ലെങ്കിൽ ആ ഒരു സിൽവർ ഇല്ലാണ്ട് എനിക്ക് പറ്റൂല എന്നുള്ളൊരവസ്ഥയാണ്. അത് ഒന്ന് ചെയ്താണ് നല്ല രസമാണ്. പിന്നെ നമ്മൾ ആ കുട്ടിയുടെ ഫോട്ടോസും ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ ക്ലോക്ക് ആയതുകൊണ്ട് 5 സെൻറ്റിമീറ്റർ സർക്കിളിലാണ് ഇത് പ്രിൻ്റ് എടുത്തിട്ടുള്ളത് ഓരോ ഫോട്ടോസും. അപ്പോൾ കുറച്ച് വലുതായിട്ട് തന്നെ കാണും. ദെൻ ആ ഒരു സെൻറ്ററിലും കൂടി ഞാൻ കുറച്ച് ക്രിസ്റ്റൽ സ്റ്റോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ MDF സെക്കൻഡ് കോട്ടിങ് ഇടുന്നതിന് മുമ്പേ ആ സെൻറ്ററിലുള്ള MDF നമ്മൾ ഒന്ന് റോൾ ചെയ്ത് വെച്ചില്ലേ, അത് റിമൂവ് ചെയ്ത് കൊടുക്കും. ദെൻ നമ്മൾ അതിൻ്റെ സെക്കൻഡ് കോട്ടിങ്ങിന് മുമ്പേ ബേബിയുടെ ഫോട്ടോസും ഡീറ്റെയിൽസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഏതാണോ ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് എല്ലാവരും ഒരു ഡൗട്ട് ചോദിച്ചതാണ്, എങ്ങനെയാണ് നമ്മൾ ഡിജിറ്റ്സ് അല്ലെങ്കിൽ ബേബീൻ്റെ ഫോട്ടോസ് ഇങ്ങനെ കറക്റ്റ് മെഷർ ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റാമെന്ന്. ഇതാണ് നമ്മൾ ഡിജിറ്റ്സ് മാർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വന്നിട്ടുള്ളത്. ദ ക്രാഫ്റ്റി മാളിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 100 രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ ഇതിലെല്ലാ സൈസുള്ളതും ഉണ്ട്. അപ്പോൾ ആ ഒരു സൈസ് ഉള്ളത് നമ്മൾ നോർമലി 12 ഇഞ്ച് ക്ലോക്ക് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഒരു വലിയ ക്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും. അതിൽ കറക്റ്റ് മെഷറിങ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ അതിൻ്റെ ശേഷം പിന്നെ ഫോട്ടോസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഇനി ഡിജിറ്റ്സ് ആണ് വെക്കുന്നതെങ്കിൽ അതിന് പകരം ഡിജിറ്റ്സ് വെച്ച് കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ
ക്ലോക്കിൽ ഡിജിറ്റ്സും ഫോട്ടോസൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ കാണിച്ചു എന്ന് മാത്രം. പിന്നെ നമ്മൾ കുട്ടിയുടെ പേരും ഡീറ്റെയിൽസും കൂടി അതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ക്ലോക്കിൽ വേറൊരു പുതുമ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലം ചെയ്തത് 3:1 റേഷ്യോയിലുള്ള റെസിൻ യൂസ് ചെയ്താണ്. ആദ്യമായിട്ടാണ് 2:1 റേഷ്യോയിൽ അത് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു റെസിൻ വന്നിട്ട് വജ്രയുടെ ആർട്ട് എപ്പോക്സിയാണ് വാങ്ങിയിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ വജ്ര എപ്പോക്സി എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പേജ് കിട്ടുന്നതായിരിക്കും. എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ തോന്നി. ആദ്യമായിട്ട് 2:1 റേഷ്യോയിലുള്ള ഒരു എപ്പോക്സി. അത് മാത്രമല്ല, ഞാൻ ഇത്രയും കാലം ആർട്ടിൻ്റെ എപ്പോക്സി മാത്രമായിരുന്നു യൂസ് ചെയ്തത്, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് ഭയങ്കര ലൈക്കായി. അങ്ങനെ നമുക്ക് ബബിൾസും അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല ഒരു മിക്സിങ്ങും കാര്യമൊക്കെയാണ് വരുന്നത്. പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇത് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റയിൽ ഇത് സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും ആ ഒരു പേജിൽ നിന്ന്. എന്നിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. 2-3 ഡേയ്സിനുള്ളിൽ നമുക്കത് ഡിസ്പാച്ച് ആവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇനി മുതൽ ഇതാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടും കൂടി ഒന്ന് പറഞ്ഞെന്ന് മാത്രം. എന്നിട്ട് നമ്മളതിൻ്റെ സെക്കൻഡ് കോട്ടിങ്ങും കൂടി ഇതുപോലെ അതിൻ്റെ മേലെ കൂടി സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ ക്ലോക്കിന് പ്രൈസൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത്ര പ്രൈസൊക്കെ എടുക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ ഈ റെസിൻ ഒഴിക്കുന്നത് അത്രയും നമ്മൾ ക്വാണ്ടിറ്റിയിൽ ഒഴിക്കുന്നുണ്ട്. ഈ ഒരു ക്ലോക്കിൽ തന്നെ ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് റെസിൻ ആവശ്യമായിട്ട് വേണ്ടി വരുന്നുണ്ട്. കാരണം ഇത് അത്യാവശ്യം വലിയ ഒരു ഇഞ്ചിൻ്റെ ക്ലോക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു കോട്ടിങ് മാത്രമല്ല 2 കോട്ടിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റോൺ ആയിക്കോട്ടെ, പിന്നെ ഇതുപോലെ ഗ്ലിറ്റേഴ്സ് ആയിക്കോട്ടെ, അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ വാങ്ങി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ലാസ്റ്റ് നമ്മൾ ബബിൾ റിമൂവിങ് സ്പ്രേയും കൂടി സെറ്റ് ചെയ്തിട്ട് അത് ഡ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എൻ്റെതായ ഇഷ്ടത്തിൽ ഞാനൊന്ന് ചെയ്തു കൊടുത്തതാണ്. ഫൈനലി അതിൻ്റെ ബോർഡറിൽ നമ്മളെ ഗോൾഡൻ മാർക്കർ കൊണ്ട് ഇതുപോലെ ബോർഡറിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു സ്റ്റോണിൻ്റെ മേലെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കുറച്ച് അട്രാക്ഷനായി തോന്നുമെന്ന് എനിക്ക് തോന്നിയോണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു വലിയ ക്ലോക്കൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ചെറിയ മെഷീൻസാണ് ഇടുക. പക്ഷേ ഇത് വലിയ ക്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈപ്പുള്ള വലിയ മെഷീനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വെയിറ്റ് എന്നാൽ മാത്രമേ ആ ക്ലോക്കിന് താങ്ങാൻ പറ്റൂ. അതുകൊണ്ടാണ് കുറച്ച് വലിയ മെഷീൻ യൂസ് ചെയ്യുക. ഒരു 16 ഇഞ്ചിൻ്റെ മേലെ വരുന്നത് ക്ലോക്കിനൊക്കെ നിങ്ങൾ ഈ ഒരു ടൈപ്പ് മെഷീൻ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 22 mm ആണ് മെഷീൻ വാങ്ങാറ്. അതുപോലെ നീഡിലും വലിയ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാനൊരു ബ്ലൂ ആൻഡ് വൈറ്റ് ഗോൾഡ് ഈ ഒരു തീമിലാണ് ഈ ക്ലോക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ഡിജിറ്റ്സും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അങ്ങനെയാണ് ഈ ഡിജിറ്റ്സ് നീഡിൽ വെക്കുമ്പോൾ നമ്മൾ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, അത്രേ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ആ നീഡിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ശേഷം അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നീഡിൽ അത് കറങ്ങുന്നുണ്ടെങ്കിൽ ഈ മെഷീൻ വർക്കാകുന്നുണ്ട് എന്നർത്ഥം. ഇത് തമിഴ്നാട്ടിലേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്യുന്നുണ്ട്. പാക്കിങ്ങും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ഡൗട്ടാണ് ഇതെങ്ങനെയാണ് സേഫായിട്ട് എത്താന്നുള്ളത്. നമ്മൾ നീഡിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചതിൻ്റെ ശേഷം നമ്മൾ തെർമോക്കോളിൽ വെച്ചിട്ട് നല്ല രീതിയിൽ പാർസലാക്കിയതിൻ്റെ ശേഷം ആണ് നമ്മൾ ഇത് കൊറിയർ ഓഫീസിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.